പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെയൊക്കെ തന്നെ ബുക്കൊക്കെ വായിക്കുമ്പോൾ തന്നെയാണ് എന്തായാലും നല്ലൊരു ഹൊറർ ത്രില്ലറുണ്ട്. എങ്ങനെ ഹൊറർ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ? കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈവിൾ ഡെഡ് ഇത്രയും വെർഷൻ ഇറങ്ങിയതിൽ എൻ്റെ ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൽ കാണാനായിട്ട് ത്രില്ലറായിരുന്നു. നല്ലപോലെ പേടിക്കാനുണ്ട്. പേടിക്കാൻ അത്രയ്ക്കും എന്നാലും കൊള്ളാം, എൻജോയ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ മൂവി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഗംഭീരമായിരുന്നു. ആൻഡ് ഓൾസോ ജംസ്കെയർ ആയാലും ഗോറ സീൻസ് ആയാലും കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ രസമായിരുന്നു. ഇപ്പോഴത്തെ എങ്ങനെയുണ്ട്? ഇത് പേടിക്കാനുണ്ടോ? പേടിക്കാനൊക്കെ ഉണ്ട്. ഇത് സ്റ്റോറി ലൈനായാലും സ്ക്രീനിലൊക്കെ നൈസായിരുന്നു ഇപ്രാവശ്യത്തെ. വീട്ടിലെ പടം ഒരു രക്ഷയില്ല. അതായത് സ്റ്റോറി ഒന്നും നോക്കാതെ വയലൻസ് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് വിഷയമായിരിക്കും. അതായത് നമ്മുടെ ഒബ്സഷൻ കാണാൻ പോയപ്പോഴേക്കും ഒരുപാട് സീൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ കട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ പടമൊന്നും ബാക്കി കാണില്ല. അത്രയ്ക്ക് വയലൻസ് ആണ്. അടിപൊളി. ഹൊറർ എങ്ങനെയുണ്ട്? ഞെട്ടിക്കോ? ഹൊറർ എന്ന് പറഞ്ഞാൽ ജംപ് സ്കെയർസ് ഒക്കെ ഉണ്ട്. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ ആ വയലൻസ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്യാമറ വർക്ക് അടിപൊളിയായിരുന്നു. അതായത് അവസാനം ക്ലൈമാക്സിന് അടുത്തെത്തുമ്പോഴേക്കും ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അത് പ്യുവർ കെയോസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ശരിക്കും പഴയത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? പഴയത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. സാം റൈമിയുടെ ഈവിൾ ഡെഡിന്റെ ഒക്കെ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പടമാണ്. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. പുതിയ പാർട്ട് വെച്ച് പഴയ പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ്, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. തീർച്ചയായിട്ടും കാണണം. ഫാമിലി ആയിട്ട് കാണരുത്. 18+ ആണ്. കഴിയുന്നത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ക്രീനിൽ കാണാൻ നോക്കുക. നല്ല നല്ല എക്സ്പീരിയൻസ് പേടിക്കാനുണ്ടോ? നല്ല രീതിയിലുണ്ട്. പേടിക്കുന്നുണ്ട്. നമ്മൾ ജംപ് സ്കെയർ സീൻസ് അല്ല, പക്ഷേ അതിനെക്കാളും നല്ല രീതിയിൽ പേടിക്കാനുള്ള ഒരുപാടുണ്ട്. അതുപോലെ ഒരുപാട് ക്രീപ്പി സീൻസ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് സിനിമ കാണാൻ. നല്ല സ്റ്റോറിയാണ്. പഴയത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? പഴയ നോക്കുമ്പോൾ നല്ല ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും കുറേ നാൾക്ക് ശേഷം ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിൽ തന്നെ ഒരു കിടിലൻ പടമാണ്. പൈസ കൊടുത്ത വർത്താണ്. നല്ല വേർത്താണ്. എന്തായാലും ഇവിടെ നല്ല രീതിയിൽ ഓടും. അങ്ങനത്തെ സ്ഥിരം ടെംപ്ലേറ്റ് കഥയാണ്, പക്ഷേ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കണ്ടിരിക്കാനുണ്ടോ? ഇഷ്ടം മൂവി പോലെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഒക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. എങ്ങനെ ഹൊററാണോ വയലൻസ് ആണോ കൂടുതൽ? രണ്ടും ഉണ്ട്. കൊള്ളാം. നല്ല ഹൊററാണ്. പേടിക്കാനൊക്കെ ഹൊററാണോ വയലൻസ് ആണോ കൂടുതൽ? ഹൊറർ സ്പ്ലാറ്റർ ജോണർ അല്ലേ, അപ്പം വയലൻസ് ഉണ്ടാവും. ഇതിന്റെ ഫസ്റ്റ് പടം തൊട്ടുണ്ടായിരുന്നു പണ്ട്. അതെന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈവിൾ ഡെഡ്. 5 പടങ്ങൾ. അതുകൊണ്ടാണ് ഇത് കാണാൻ വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പഴയത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? പഴയത് 3 ആഷ് വില്യംസ് നമ്മുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ 2013 സിനിമ അതിന്റെ റീമേക്ക് ആയിരുന്നു ആദ്യത്തെ പടത്തിന്റെ. പിന്നെ 2023 ഒരു സിനിമ ഈവിൾ റൈസ് എന്ന് പറഞ്ഞത്. അത് അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. ഇതും അതുപോലെയാണ്. പക്ഷെ സ്റ്റാൻഡ് അലോൺ ആണെന്നല്ലോ. ആദ്യത്തെ 3 ഒരേ ക്യാരക്ടർ ബേസ് ചെയ്തുകൊണ്ട് ബാക്കി 3 സ്റ്റാൻഡ് അലോൺ, പക്ഷെ സീക്വൽസ് ആണ്. നല്ല ഭയങ്കര വയലൻസ് അത് കൊണ്ടാക്കി. എന്താ പറയാ, ഫുൾ ചോറ് കളിയാട്ടോ. ഐ മീൻ ലൈക്ക് ആദ്യത്തെ മറ്റേ ഈവൽ ഡെക്രൈസ് ഉണ്ടല്ലോ, അത് ഞാൻ തിയേറ്ററിൽ വന്ന് കണ്ടത്. ബാക്കിയൊക്കെ ഞാൻ അല്ലാതെ കണ്ടത്. അപ്പോൾ ആദ്യത്തെ വന്നുണ്ടല്ലോ, ഐ മീൻ 89 അങ്ങനെ എന്തോ ഉണ്ടല്ലോ, ആ സമയത്തെല്ലാം ഇറങ്ങി. സോ ദാറ്റ് വാസ് ഭയങ്കര. ആ സമയത്ത് ഇത്രയും സാധനങ്ങളൊന്നും ഫെസിലിറ്റീസ് ഇല്ലാതെ പോലെയാണ്. ആഫ്റ്റർ ദാറ്റ് പിന്നെ ഞാൻ കണ്ടുകൊണ്ട് വന്നു. പിന്നെ ഈവൽ ഡെക്രൈസ് വാസ് ലൈക്ക് ഫൺ, ചിരി, കോമഡി ആയിട്ടാണ് തോന്നിയത്. കുറേ രക്തമായി തോന്നില്ലായിരുന്നു. ഇത് ഫുൾ വയലൻസ് അതായിരുന്നു ആക്ച്വലി. ഫുൾ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സെൻസർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. എന്നാൽ ഫുൾ ഹോൾ മൂവി കളയേണ്ടി വരും. ആദ്യം തൊട്ടേ ഉണ്ട്. ഇഷ്ടമായിട്ട് വന്ന് കാണും. ഒറ്റ തവണ കാണാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? വയലൻസ് ആണോ ഹൊററാണോ കൂടുതൽ? എങ്ങനെയുണ്ട്? വയലൻസും ഉണ്ടായിരുന്നു, ഹൊററും ഉണ്ടായിരുന്നു. മുമ്പത്തെ പാട്ടിനേക്കാൾ ഇത് കുറച്ചുകൂടെ ഒരു പുറത്തിട്ടാണ്. ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയതാണോ? അങ്ങനെ ധൈര്യമുള്ളവർക്ക് കാണാം. കാണാം. ശരിക്കും പേടിച്ചോ? എക്സ്പീരിയൻസ് ഒക്കെ ഫാമിലി ആയിട്ട് കാണാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ ഓവറോൾ മൂവി